ഹലോ ഫ്രണ്ട്സ്, ഐ ആം സിനി. വെൽക്കം ടു സിനി സ്കിൻ വേൾഡ്. ഇന്നത്തെ വിഷയം കൃഷി തന്നെയാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട ഫലവൃക്ഷങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തെങ്ങ്, പ്ലാവ്, മാവ്. നമുക്ക് ആദ്യം തെങ്ങിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. നമുക്ക് മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് തേങ്ങ. തേങ്ങ ചേർത്ത കറികൾ, അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കരിക്ക് കുടിക്കണമെന്ന് തോന്നും. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വെളിച്ചെണ്ണ വളരെ അത്യാവശ്യമുള്ള മിക്കവാറും തന്നെ അടുക്കളയിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നമുക്ക് വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈസി ആയിട്ട് നടക്കും. മഴക്കാലമാണ്, തൈകൾ നടാൻ പറ്റിയ സമയം. അതുകൊണ്ട് ഈ മഴക്കാലത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ തെങ്ങും തൈകൾ വെക്കാനായിട്ട് ഒരു മടിയും വിചാരിക്കരുത്. പക്ഷേ ഒരു തെങ്ങിൻ തൈ നടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു തെങ്ങിൻ തൈ നടുമ്പോൾ നടേണ്ട കുഴിയുടെ അളവ് 3 അടി താഴ്ച, 3 അടി നീളം, 3 അടി വീതി. പിന്നെ നല്ല സൂര്യപ്രകാശം വേണം. അത് നിർബന്ധമായിട്ടും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ തെങ്ങിൻ തൈ നടുമ്പോൾ നമുക്ക് അകലം 25 അടി തൊട്ട് 30 അടി വരെ അകലം വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാടൻ തെങ്ങുകളൊക്കെ നടുവാണെങ്കിൽ ഇതേ അകലം നമ്മൾ പാലിക്കണം. അല്ലെങ്കിൽ തെങ്ങിൻ്റെ പട്ടകളൊക്കെ കൂട്ടിമുട്ടി അത് അങ്ങനെ മുട്ടാതിരിക്കാനാണ് നമ്മൾ ഇത്രയും അകലം വേണമെന്ന് പറയുന്നത്. 25 അടി തൊട്ട് 30 അടി വരെ അകലം വേണം. ഇനി ഇപ്പോഴത്തെ കാലത്തെ പുതിയ തെങ്ങിൻ തൈകൾ അങ്ങനെ പെട്ടെന്ന് കായ്ക്കണം, അധികം ഹൈറ്റൊന്നും വയ്ക്കില്ലാത്ത പിന്നെ കുള്ളൻ തെങ്ങുകളൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 20 അടി അകലം മതിയാവും. പിന്നെ നമ്മൾ തെങ്ങിൻ്റെ നടുന്ന കുഴിയിൽ നല്ല പോലെ അടിവളം ചേർക്കണം. എന്നിട്ട് ആ കുഴിയുടെ നടുഭാഗത്തായിട്ട് വേണം ഈ തെങ്ങിൻ തൈ നടാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാനായിട്ട് ഈ തെങ്ങിൻ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് ഇടവരരുത്. കാരണം അങ്ങനെ സംഭവിച്ചാൽ തെങ്ങിൻ തൈ ചീഞ്ഞു പോകും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ളതും അതുപോലെ ഗുണമേന്മയുള്ളതുമായ തൈകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല തെങ്ങിൻ തൈ നമ്മൾ വാങ്ങിച്ച് വെച്ച് നമുക്ക് 3-ാം വർഷം അല്ലെങ്കിൽ 5-ാം വർഷം നമുക്ക് അതിൻ്റെ വിളവെടുക്കാനായിട്ട് സാധിക്കും. 1 ഏക്കറിൽ എത്ര തെങ്ങ് വയ്ക്കാം എന്നുള്ള മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. രണ്ടാമതായി നമ്മുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യം വയ്ക്കേണ്ട ഒരു ഫലവൃക്ഷമാണ് പ്ലാവ് എന്ന് പറയുന്നത്. പ്ലാവ് ഇപ്പം ധാരാളം നഴ്സറികളിൽ പല വെറൈറ്റി പ്ലാവ് തൈകൾ വാങ്ങിക്കാൻ കിട്ടും. പ്ലാവും തൈ വെക്കുമ്പോൾ ശരിക്കും ഒരു 1.5 അടി കുഴിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ താഴെ നമ്മൾ പ്ലാവും തൈ വെക്കണതിനേക്കാളും മുന്നായിട്ട് ധാരാളം ഏകദേശം ഒരു 10 കിലോയോളം ചാണകപ്പൊടി നമുക്ക് ഇട്ടിട്ട് വേണം അതിൻ്റെ നടുക്ക് പ്ലാവിൻ്റെ തൈ വെക്കാനായിട്ട്. നല്ല സൂര്യപ്രകാശം അത് മസ്റ്റാണ് കേട്ടോ. പിന്നെ ഇപ്പം ധാരാളം പ്ലാവിനങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ നാടൻ പ്ലാവുകളൊന്നുമല്ല, ഇപ്പോൾ എല്ലാ സമയത്തും കായ്ക്കുന്ന പ്ലാവുകൾ, ഓൾ സീസൺ പ്ലാവുകൾ വന്നിട്ടുണ്ട്. അതുപോലെ J33 എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അതുപോലെ താമരച്ചക്കയുണ്ട്. പിന്നെ വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അതുപോലെ തേൻവരിക്ക, സിദ്ധു, പിന്നെ ശങ്കര എന്ന് പറഞ്ഞാൽ റെഡ് കളറുള്ള ചക്കയാണ് കേട്ടോ. അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഗംലെസ് ചക്കകളുണ്ട്, കാരണം പശയൊന്നുമില്ലാത്ത മുളഞ്ഞീനൊന്നുമില്ലാത്ത ചക്കയുണ്ട്. പിന്നെ ധൻസൂര്യ എന്ന് പറയുന്ന ഒരു പ്ലാവ് ഇറങ്ങി, അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട്. അങ്ങനെ ധാരാളം വെറൈറ്റി ചക്കകളുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് നമുക്ക് എന്താ വയ്ക്കാൻ പറ്റുക എന്നതനുസരിച്ച് നമുക്ക് അതുപോലെ ആ വെറൈറ്റികൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായി അത്യാവശ്യം നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തേണ്ട ഒരു ഫലവൃക്ഷമാണ് മാവ്. മാമ്പഴം ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നല്ല മാതിരി കായ്ക്കുന്ന 1-2 മാവ് മതി ഒരു വീട്ടിലേക്ക്. മാവിൻ്റെ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നല്ല ഇനം മാവുകൾ, നല്ല കരുത്തുള്ള തൈകൾ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ കായ്ച്ചു നിൽക്കുന്ന തൈകൾ വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഈൽഡ് നമുക്ക് കിട്ടിത്തുടങ്ങും. വലിയ തൈകൾക്ക് അല്പം വില കൂടുതലായാലും വലിയ തൈകൾ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അൽഫോൻസ, ചന്ദ്രകാരം, കോട്ടകോണം, കർപ്പൂരം, ബനാന മാംഗോ, നല്ല മൂവാണ്ടൻ മാവിൻ തൈ, അങ്ങനെ നീളും മാവിൻ്റെ പേരുകൾ. മാവിൻ തൈ നടുമ്പോഴും നല്ല സൂര്യപ്രകാശം, അതുപോലെ 1.5 അടി താഴ്ചയിൽ കുഴിയെടുത്ത് അടിവളം കൊടുത്ത് വേണം തൈകൾ നടാൻ. ഈ മഴക്കാലത്ത് ഇത്രയൊക്കെ നടാൻ മറക്കണ്ട കേട്ടോ. മഴക്കാലത്ത് നട്ട് വേര് പിടിച്ചാൽ മാത്രമേ വേനൽക്കാലത്തിൻ്റെ ചൂട് പ്രതിരോധിക്കാൻ തൈകൾക്ക് സാധിക്കുകയുള്ളൂ. നന്നായി വേര് പിടിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള വളപ്രയോഗങ്ങൾ തുടങ്ങാം. ലേശം എല്ലുപൊടി, ലേശം വേപ്പിൻ പിണ്ണാക്ക്, കുറേശ്ശെ രാസവളവും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ രാസവളങ്ങൾ വേനൽക്കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.